ഈ സോനം വാങ്ചുക്ക് ചില്ലറക്കാരനൊന്നല്ല, ശരിക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള വ്യക്തിയാണ്. എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. കാരണം ലഡാക്കിലെ ആ ഒരു കലാപം, 4 പേരുടെ ജീവൻ പോയ ആ ഒരു കലാപം അഴിച്ചുവിട്ടത് സോനം വാങ്ചുക്കായിരുന്നു. ജെൻസി ഇവളോട് കലാപത്തിന് ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ, ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് നടത്തി. അതാണ് ആ ഒരു കലാപത്തിന് കാരണമായത്. അതിനെ തുടർന്നാണ് പിന്നീട് ജയിലിൽ പോയതും രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ നേരിടേണ്ടിയൊക്കെ വന്നത്. അതുമാത്രമല്ല, പല സമയങ്ങളിലും പല രീതിയിലുള്ള ദുരൂഹമായുള്ള പ്രവർത്തനങ്ങൾ സോനം വാങ്ചുക്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിൽ ക്ലൈമറ്റ് കോൺഫറൻസിൽ പങ്കെടുത്തു. അതും ഡോൺ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധ പത്രം സംഘടിപ്പിച്ച ക്ലൈമറ്റ് കോൺഫറൻസിലാണ് ഈ പറയുന്ന സോനം വാങ്ചുക്ക് പോയി പങ്കെടുത്തത്. അതുമാത്രമല്ല, പല സമയങ്ങളിലും ഇന്ത്യക്കെതിരെ പല ശബ്ദങ്ങളും സോനം വാങ്ചുക്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ചൈനയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ശരിക്കും ഒരു രാജ്യവിരുദ്ധ പ്രസ്താവന തന്നെയായിരുന്നു. यहाँ के एक फेमस कॉमेडियन है जिन्होंने कहा कि जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं, हम जान क्यों दे जब हमारा कोई संरक्षण नहीं हो रहा है। और उसके बाद उन पर पुलिस की पूछताछ होने लगी, ये कैसे कहा है। मेरा तो ख्याल है कि दूत को मारने से, डोंट किल द मैसेंजर कहते हैं ना, सॉल्व द प्रॉब्लम। उनका तो फ्रस्ट्रेशन निकल रहा है, आप समस्या का हल करें तो बेहतर होगा. അതായത് ലഡാക്കിലെ യുവാക്കളാകെ നീരസത്തിലാണ്. അവർ ഈ ഒരു നില തുടരുകയാണ്. അതായത് ഇന്ത്യ വേണ്ടത്ര രീതിയിൽ അവരുടെ വോയിസ് കേട്ടിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ചൈന വരികയാണെങ്കിൽ അവർക്ക് ചൈനയെ സ്വീകരിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞതല്ല, അവർ പറയുന്നതാണ്. ലഡാക്കിൽ നിന്നുള്ള വികാരമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് നേരിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം രാജ്യവിരുദ്ധ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സോനം വാങ്ചുക്കിൻ്റെ പ്രധാന ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ ഒരു പ്രധാന പണി. അത് തന്നെയാണ് കശ്മീരിന്റെ കാര്യത്തിലും വാങ്ചുക്ക് നടത്തിയത്. कोई भी इलाका खुश होना चाहिए, वो जहाँ चाहे जाने चाहिए. तो इसीलिए आपने सुना होगा रेफरेंडम्स होते हैं, प्लेबिसाइट्स होते हैं. तो अगर ऐसा सबका विचार है तो फिर कश्मीर में क्यों नहीं. പ്ലെബിസൈറ്റ്, അതായത് കശ്മീരിൽ ഒരു ഹിതപരിശോധന വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്താണ് അവസ്ഥ? അരുന്ധതി റോയ് വെറുതെ അല്ല സോനം വാങ്ചുക്കിനെ വന്ന് സന്ദർശിച്ചൊക്കെ. ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളാണ് ഇവരെല്ലാം എന്നുള്ളത് നമുക്കറിയാം. അതുമാത്രമല്ല, ഹിന്ദു വിരുദ്ധ പ്രസ്താവനകളും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഭഗവാൻ ശ്രീരാമനെയൊക്കെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന, ആ രീതിയിൽ പറയുന്ന പ്രസ്താവനകളും സോനം വാങ്ചുക്ക് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനുപരിയായിട്ട് ഇദ്ദേഹം നടത്തുന്ന NGO എഡ്യൂക്കേഷൻ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ ദുരൂഹമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അമേരിക്കയിലെ ഫോർഡ് ഫൗണ്ടേഷനായിട്ടും സോറോസിൻ്റെ ടീമൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ തന്നെ FCRA നിയമം പ്രകാരം ഇദ്ദേഹത്തിൻ്റെ NGOയുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ദുരൂഹതകൾ പേറുന്ന ഒരു വ്യക്തിയാണ് ഈ സോനം വാങ്ചുക്ക്. ഈ മനുഷ്യനെയാണ് വലിയ ഗാന്ധിയാണെന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ചില ആളുകൾ ശ്രമിച്ചത്. എന്തായാലും ഇതെല്ലാം പാളിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. പണ്ടത്തെ കാലമല്ല, സോഷ്യൽ മീഡിയയിൽ കൗണ്ടർ വ്യൂസ് കറക്റ്റായിട്ട് തന്നെ പുറത്ത് വരുന്നുണ്ട്, വിത്ത് ഫാക്ട്സ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഭിജിത്ത് ദീപ് ആണ് ഇനി അടുത്ത ആൾ. അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ് നിരാഹാര സമരത്തിന്. എത്ര ദിവസം മുന്നോട്ട് പോകും? സത്യത്തിൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തി വലിയൊരു അട്രാക്ഷൻ ഉണ്ടാക്കുക, കുറേ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവരിക. ഇദ്ദേഹം ഒരു ഫുൻസുക് വാങ്ഡു എന്നുള്ള രീതിയിൽ, ഇദ്ദേഹം ഇപ്പം മരിക്കും, എല്ലാവരും ഇറങ്ങണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി ആ രീതിയിലൊരു വലിയ പ്രൊജക്റ്റാക്കി കൊണ്ടുവരാനായിരുന്നു ശ്രമിച്ചത്. അതെന്തായാലും പാളിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അഭിജിത്ത് ദീപ്ക്ക് എത്ര ദിവസം നിരാഹാരം ഇരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ പാർട്ടികളുടെ ഈ സമരാഭാസം പൊളിഞ്ഞിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെയൊക്കെ ഒരു B ടീമാണ് ഈ പാർട്ടികൾ എന്നുള്ളത് നമുക്കറിയാം. കാരണം BJP നേരിട്ട് മുട്ടാൻ പറ്റില്ല, ക്രെഡിബിലിറ്റി ഇല്ല, പ്രതിപക്ഷത്തിന് മൊത്തത്തിൽ ക്രെഡിബിലിറ്റി ഇല്ല. CPM നേതാക്കളും CPI നേതാക്കളൊക്കെ എപ്പോഴും ഈ സമരവേദിയിൽ കയറി ഇറങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് ഒരു അവസരമാക്കി മാറ്റി വ്യാജേന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ ശബ്ദിക്കാൻ പറ്റുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതും പാളിയിരിക്കുന്നു എന്നുള്ള. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ക്രെഡിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ വകവെക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ B ടീമിനെ ഇറക്കി, ഇത്തരം വ്യാജ സംവിധാനങ്ങളെയും വ്യാജ ഗാന്ധിമാരെയൊക്കെ ഇറക്കി വലിയ സാധ്യതകൾ എന്തെങ്കിലും തുറന്നു കിട്ടുമോ എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതും പാളിയിരിക്കുന്നു എന്നുള്ള. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് മുമ്പിൽ പാറ്റകളുടെ സമരാഭാസം 8 നിലയിൽ പൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും.